ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ബ്രദറിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമിയിലാണ് കേട്ടോ. സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെസ്കും ചെയറൊക്കെ കാണാം. എന്തായാലും എൻ്റെ സിസ്റ്റർ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഹോളിഡേ ആണ്. എൻ്റെ സിസ്റ്ററിന് കുറച്ച് വർക്ക് ഉണ്ടായതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ആളുടെ വർക്കും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് പോകുന്നത് പെരിന്തൽമണ്ണ മിനിസോയിലാണ് കേട്ടോ. മിനിസോ ഇവിടെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മിനിസോയിൽ പോയിട്ട് അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യണം. ഇഷാക്ക് വർക്ക് ഉണ്ടായതുകൊണ്ട് ഞങ്ങളിന്ന് ലഞ്ച് കഴിക്കാണ്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങുമ്പോൾ കുറച്ച് വൈകി ഉണ്ടായിരുന്നു, അപ്പോൾ ധൃതി പിടിച്ചാണ് ഇറങ്ങിയത്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഹോളിഡേ ആണ്. അപ്പോൾ ഇഷയും വേറൊരു സ്റ്റാഫ് മാത്രമാണ് കേട്ടോ ഇന്ന് വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഓഫീസിലെത്തി വലിയ കാര്യത്തിൽ ഞങ്ങൾ ഓഫീസ് തുറക്കാൻ നോക്കുമ്പോഴാണ് മനസ്സിലായത് ചാവി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചാവിക്ക് വേണ്ടി കാത്തിക്കണം. അങ്ങനെ ഞങ്ങൾ അടിയിലൊരു റെസ്റ്റോറൻറ്റ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുക. അപ്പോൾ ഒരു ഒറ്റ ബിരിയാണി കേട്ടോ ഓർഡർ ആക്കിയത്. ഞങ്ങൾക്ക് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ബിരിയാണി ഓർഡർ ആക്കി അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചാവി കിട്ടിയിട്ടോ. ചാവി കിട്ടി. എന്നിട്ട് ഞങ്ങൾ ഓഫീസിൽ പോയി. ഇവർ രണ്ടാക്കാരും അവരെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പിന്നെ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു ക്ലാസ് റൂമിൽ പോയിട്ട് ഞാൻ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. കുറേ നേരം ഞാൻ കാത്തുനിന്നു കേട്ടോ ഇഷാക്ക് വേണ്ടിയിട്ട്. എന്തായാലും ഇഷാന്റെ വർക്കും കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു കസിനും വന്നിട്ട് ഞങ്ങൾ നേരെ വിട്ടത് മിനിസോയിൽക്കാണ്. ബാംഗ്ലൂർ ഞാൻ എപ്പോൾ മോളിൽ പോകുമ്പോഴും മിനിസോയിൽ കയറാറുണ്ട് കേട്ടോ. പക്ഷെ ബാംഗ്ലൂർ മിനിസോ കുറേ ഉണ്ടെന്നുണ്ടെങ്കിലും ഓരോ ഔട്ട്ലെറ്റും ഇത്ര വലുപ്പം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പൊ എനിക്ക് പെരിന്തൽമണ്ണ മിനിസോ ഔട്ട്ലെറ്റ് കുറച്ചും കൂടെ വലുതായിട്ടാണ് തോന്നിയത്. പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഉള്ളിൽ ഫുൾ ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണെന്നുള്ളത്. മിനിസോയിൽ കയറിയിട്ട് ഞാൻ ഫസ്റ്റ് പോയത് ടംബ്ലേഴ്സിന്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഇത്ര ഒരു ക്യൂട്ട് ആയിട്ടുള്ള ടംബ്ലേഴ്സ് ആണെന്ന് അറിയോ. അതും നല്ല വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവരെ. BTSലെ പല ക്യാരക്ടേഴ്സും അതേപോലെ സാൻറിയോയിലെ പല ക്യാരക്ടേഴ്സും അങ്ങനെ കുറെ വെറൈറ്റി ആയിട്ടുള്ള ടംബ്ലേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു സിനിമ റോളിന്റെ ടംബ്ലർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നിയത്. അപ്പൊ ഞാൻ റേറ്റ് ജസ്റ്റ് ഒന്ന് നോക്കി. 500 സംതിങ് ആണ് കേട്ടോ വരുന്നത്. സത്യം പറഞ്ഞാൽ മിനിസോ കുറച്ചധികം എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും അവർ ക്വാളിറ്റിയിൽ തീരെ കോംപ്രമൈസ് ചെയ്യാറില്ല. നിങ്ങളൊരു സാൻറിയോ അല്ലെങ്കിൽ BTS ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരിന്തൽമണ്ണ മിനിസോയിൽ വന്നാൽ എന്തായാലും സന്തോഷമാവും. കാരണം കുറേ ഐറ്റംസ് സാൻറിയോ റിലേറ്റഡും പിന്നെ അതേപോലെ BTS റിലേറ്റഡും ആണ്. ടംബ്ലേഴ്സിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 250 റുപ്പീസ് മുതലാണ് കേട്ടോ. അടുത്ത സെക്ഷൻ ഇവിടെ ഉള്ളത് ബോഡി മിസ്റ്റ്, പെർഫ്യൂം, ഇങ്ങനത്തെ ഐറ്റംസ്. മിനിസോന്റെ ഒരു ഹൈലൈറ്റ് എന്താ അറിയോ, ഇവര് എന്ത് ചെറിയ സാധനം വരെ അത്രയും ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ്ങും അത്രയും ക്യൂട്ടായിട്ടുള്ള പ്രസന്റേഷനും ആണ്. ബോഡി മിസ്റ്റിന്റെ ഒക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 250 ആണ്. പല റേറ്റിലും ഉണ്ട്. എനിക്ക് ഈ ഒരു പിങ്കിൽ ബ്ലാക്ക് റിബൺ വരുന്ന ബോഡി മിസ്റ്റ് കണ്ടു. അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര പിൻട്രസ്റ്റ് ആയിട്ട് തോന്നിട്ടോ. ഈ ഒരു സാധനം ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ശരിക്കും വിചാരിച്ചത് വല്ല ബ്ലൈൻഡ് ബോക്സോ അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ബോക്സോ ആണെന്ന്. പക്ഷെ അല്ല, ഇതൊരു എയർ ഡിഫ്യൂസർ ആണ്. സെന്റ് ഡിഫ്യൂസ് ചെയ്യണ ഒരു കുഞ്ഞി ഗിഫ്റ്റ് ബോക്സ് ആണ്. മിനിസോയിൽ ക്യൂട്ടായിട്ടുള്ള ടംബ്ലേഴ്സ്, പ്ലഷ് ടോയ്സ് ഇത് മാത്രമല്ല കേട്ടോ. മിനിസോക്ക് അവരുടേതായ ഒരു റേഞ്ച് ഓഫ് സ്കിൻ കെയർ ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടത് ഒരു സ്ട്രോബെറി തീംഡ് നെയിൽ പോളിഷ് റിമൂവർ ആണ്. എന്ത് ക്യൂട്ടാണ് അല്ലേ. ഇത് മാത്രമല്ല വേറെയും ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് ക്രീംസ്, ലിപ് മാസ്ക്, ലിപ് സ്ക്രബ്, പിന്നെ അതേപോലെ ഫേസ് മാസ്ക് ഒക്കെ ഉണ്ട്. ലിപ് ബാമിനൊക്കെ 120 റുപ്പീസ്, ഫേസ് മാസ്കിന് 120 റുപ്പീസ്, ഹാൻഡ് ക്രീം 200 റുപ്പീസ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പ്രൈസസ് വരുന്നത്. എനിക്ക് ക്യൂട്ട് കോമിക് ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമുണ്ടായതുകൊണ്ട് തന്നെ ഈ ഓരോ പ്രൊഡക്ട്സും ക്യൂട്ട് ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വരുന്നതാണ് കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഫേസ് മാസ്കിന്റെ പിന്നിലുള്ളത് എന്റെ കസിൻ ഹദിയാണ്. ആൾക്ക് ക്യാമറയിൽ വരാൻ കുറച്ച് ഷൈ ആണെന്നുണ്ടെങ്കിലും അവർ രണ്ടാക്കാരും മാക്സിമം വീഡിയോയിൽ വരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്യാമറയിൽ കാണിക്കൊണ്ടു. കാരണം എനിക്കോ ക്യാമറയിൽ കുറേ വരാൻ കഴിയില്ല. അപ്പൊ ഇവരുടെ ഇൻവോൾവ്മെന്റെങ്കിലും ഉണ്ടാവട്ടെ കരുതി. സ്കിൻ കെയർ സെക്ഷന്റെ ഒരു സൈഡിലായിട്ട് ഒരു റാക്കിൽ ഫുള്ള് വെച്ചിട്ടുള്ളത് കീ ചെയിൻസ് ആണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻസ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കീ ചെയിൻസ്. അതിൽ ഒരു സെക്ഷൻ മൊത്തം BTSന്റെ ക്യാരക്ടേഴ്സ് വരുന്ന കീ ചെയിൻസ് ആണ്. ഇത് ചെറിയൊരു ഐറ്റം ആയതുകൊണ്ട് പ്രൈസ് കുറച്ച് ഒരു 120-200 റേഞ്ചിലാകുന്നതാണ് വിചാരിച്ചത്. പ്രൈസ് ഉണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. 400 റുപ്പീസ് ഉണ്ട് കേട്ടോ. 400-500 റുപ്പീസ് ഉണ്ട് ഈ ഓരോ കീ ചെയിൻസിനും. ഒന്ന് നോക്കിയേ, ഈ ഇയർബഡ്സ് വരെ ഇത്രയും ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ്ങിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ആർക്ക് ചെറിയ കുട്ടികൾക്ക് വരെ വാങ്ങി പോകാൻ തോന്നും. ഇനിയുള്ള സെക്ഷനാണ് കേട്ടോ എന്റെ ഫേവറേറ്റ് സെക്ഷൻ. ഫുൾ ക്യൂട്ടായിട്ടുള്ള കുറേ പ്ലഷ് ടോയ്സ് ഉണ്ട് ഇവിടെ. മീറ്റ് ഇഷ ആൻഡ് ഹദിയ. പ്ലഷ് ടോയ്സിന്റെ പോലെ തന്നെ ഇവരും ക്യൂട്ടല്ലേ. കുറേ നേരം എന്നെ വീഡിയോ എടുക്കാൻ സഹായിച്ചതല്ലേ. അപ്പോൾ വ്ളോഗിൽ ഇതെങ്കിലും ഇവരെ പറ്റി പറയണല്ലോ അല്ലേ. എന്തായാലും ഇഷാനെക്കാളും വലിയൊരു പെൻഗ്വിന് പിടിച്ച് നടക്കുന്നുണ്ട്. പ്ലഷ് ടോയ്സിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം മിക്ക സ്ഥലത്തും പ്ലഷ് ടോയ്സിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവാറുണ്ട്. 1000 എബവ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. ഞാൻ ബാംഗ്ലൂർ സ്റ്റോറിൽ നിന്ന് മൈ മെലഡി പ്ലഷ് ടോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു 850 റുപ്പീസിന്. ഇവിടെയും ഏകദേശം 800-850 എബവ് പ്ലഷ് ടോയ്സിന് റേറ്റ് വരുന്നത്. പെരിന്തൽമണ്ണ സ്റ്റോറിൽ ഞാൻ എന്തായാലും നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താ അറിയോ, എവിടെ നോക്കിയാലും BTSന്റെ ഇന്ത്യയിലൊക്കെ റേറ്റ് ഉണ്ട്. ബെൻഡോ ബോക്സസിനൊക്കെ 400 റുപ്പീസ് ആണ് കേട്ടോ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അടുത്ത സെക്ഷൻ ഫുൾ ക്യൂട്ടായിട്ടുള്ള
എത്ര പ്രാവശ്യം ഞാൻ ക്യൂട്ട് പറയുമല്ലേ. എന്തായാലും അടുത്ത സെക്ഷൻ ഫുൾ ക്യൂട്ടായിട്ടുള്ള നെക്ക് പില്ലോസ് ആണ്. നെക്ക് പില്ലോസ് 400 റുപ്പീസ് സ്റ്റാർട്ടിങ് മുതൽ പല പ്രൈസ് റേഞ്ചിലുണ്ട്. 500 ഉണ്ട്, 600 ഉണ്ട്, പിന്നെ അതേപോലെ 1000 സംതിങ് വരെ റേറ്റ് വരുന്നുണ്ട് നെക്ക് പില്ലോസിന്. മിനിസോയിൽ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവുള്ളതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ, സ്റ്റോറേജ് ബോക്സസ്. സ്റ്റോറേജ് ബോക്സസ് അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ മിനിസോയിൽ കിട്ടണേ. നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഒന്നൊന്ന് കണ്ടു തെറ്റുമ്പോൾ വെറുതെ അവിടെ തൂങ്ങി കിടക്കണം ഫ്ലോർ മാറ്റിനെ പോയി എടുങ്ങാറാക്കണം കേട്ടോ ഈശ. ബൈ ദ വേ, ഈ ഫ്ലോർ മാറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അടുത്ത സെക്ഷൻ ഫുള്ള് വരുന്നത് ക്യൂട്ടായിട്ടുള്ള സോക്സുകളാണ്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 150 റുപ്പീസ് മുതലാണ്. മിനിസോയിലൊക്കെ പോയി വന്നതിന് ശേഷം കേട്ടോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നത് ഈ മിനിസോ എപ്പോൾ തുടങ്ങിയതാണ്, എവിടുന്ന് തുടങ്ങിയതാണ്. അപ്പം ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് മിനിസോ 2013 തുടങ്ങിയ ഒരു ബ്രാൻഡാണ്. ഒരു ചൈനീസ് ഓൺടർപ്രണറും പിന്നെ അതേപോലെ ഒരു ജാപ്പനീസ് ഡിസൈനറും കൂടെ തുടങ്ങിയ ഒരു ബ്രാൻഡാണ് കേട്ടോ മിനിസോ. പിന്നെ അത് കുറേ ട്രെൻഡി ആയിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെ റിലീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർ ഭയങ്കര എളുപ്പം സക്സസ്ഫുൾ ആയത്. നമുക്ക് സാനിറ്ററി ഐറ്റംസോ ടോയ്ലറ്ററി ഐറ്റംസോ പിന്നെ അതേപോലെ മേക്കപ്പിന്റെ ഐറ്റംസ് വരെ ഇടാൻ പറ്റിയ ക്യൂട്ടായിട്ടുള്ള ബാഗുകളുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഈ ബാഗുകളും ടോയ്ലറ്ററി ഐറ്റംസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോണ്ട് ഹതിയെ വിഷയം ഇവിടെ ഇങ്ങനെ സൺഗ്ലാസസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൺഗ്ലാസസിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഷെൽഫിൽ കുറെ കുഞ്ഞു മിനി പൗച്ചസ് വെച്ചിട്ടുണ്ട്. കോയിൻ പൗച്ച് പോലത്തെ കുറെ പൗച്ചസ് വെച്ചിട്ടുണ്ട്. നാട്ടിൽ വന്നാൽ ഞാൻ എന്ത് പരിപാടി പ്ലാൻ ചെയ്യുകയാണെങ്കിലും ഇഷാന്റെ ഹദിയാന്റെയും കൂടെ അല്ലെങ്കിൽ ഇഷാന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. എനിക്ക് നാട്ടിൽ വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അതിൽ ഉള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, നാട്ടിലില്ല. അപ്പോൾ പിന്നെ പക്ഷെ ഇവരെ കൂടെ എങ്ങോട്ട് പോയാലും ഭയങ്കര ഫണ്ണാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കളിയും തമാശയൊക്കെ പറഞ്ഞിട്ട് സമയം പോണത് അറിയേയില്ല. നടന്ന് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കുറേ ടൂത്ത് ബ്രഷ് പിന്നെ അതേപോലെ കപ്പ് പ്ലേറ്റ്സ് ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. ബാംഗ്ലൂർ മിനിസോയിൽ കാണാത്ത ടൈപ്പ് കുറേ കോഫി മഗ്സ് ഒക്കെ ഞാൻ അവിടെ കണ്ടു. ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങണം വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. പക്ഷെ എനിക്കങ്ങനെ കുറേ ഐറ്റംസ് ഓൾറെഡി എൻ്റെ കയ്യിൽ കുറേ ഐറ്റംസ് മിനിസോന്ന് ഉണ്ട്. അപ്പോൾ പിന്നെ റിപ്പീറ്റേറ്റീവായിട്ട് വാങ്ങണ്ടല്ലോ, ഒരു വ്ളോഗിന് വേണ്ടി വാങ്ങണ്ട കരുതിയിട്ട് ഞാൻ ഒരു ഐറ്റം അല്ല 2 ഐറ്റം എനിക്ക് വേണ്ടി ഒരു ഐറ്റമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ക്ലൂ ഞാൻ തരാം. നിങ്ങൾ ഒരിക്കലും ഞാൻ വാങ്ങുമെന്ന് വിചാരിച്ച ഐറ്റേ അല്ല. എപ്പോൾ മിനിസോ പോയാലും ഏത് മിനിസോയിലും സെയിം ആയിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ടാവും. അതാണ് ബാബിയുടെ സെക്ഷൻ. ബാബിയുടെ സെക്ഷൻ എപ്പോഴും കാണാതാ കേട്ടോ. പക്ഷെ എന്നാലും ഞാനതങ്ങനെ കുറേ നോക്കിയിരിക്കും. ബാബി തീം ബാഗ്സ്, മിറേഴ്സ്, ടംബ്ലേഴ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബാബിയുടെ തീമിലുള്ള കൊട വരെ ഉണ്ട്. ബാബി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പിങ്കാണ് മനസ്സിൽ വരണേന്നുണ്ടെങ്കിലും ഇവർക്ക് കുറച്ച് ബ്ലാക്ക് തീമിലുള്ള ബാബി ഐറ്റംസും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് സെക്ഷനിൽ വെച്ചിട്ടുള്ളത് കുറേ വെറ്റ് വൈപ്സ് ഉണ്ട്, ടിഷ്യൂസ് ഉണ്ട്. അതൊക്കെ സാൻറിയോ ക്യാരക്ടർ ടിഷ്യൂ പാക്സ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആക്സസറീസ്, ക്ലിപ്സ്, ക്ലോ ക്ലിപ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ കുഞ്ഞു റാക്കിൽ നമുക്ക് സ്റ്റേഷനറി ഐറ്റംസും കാണാം കേട്ടോ. പല ടൈപ്പ് വാട്ടർ കളർ, ബ്രഷ്, പെൻസ് അങ്ങനത്തെ മാർക്കേഴ്സ്. പക്ഷെ മാർക്കേഴ്സൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. ജാപ്പനീസ് സ്റ്റേഷനറീസ് പൊതുവേ എക്സ്പെൻസീവ് ആവും. പിന്നെ മിനിസോയുടെ കാര്യം പറയും വേണ്ടല്ലോ, കുറച്ച് അധികം എക്സ്പെൻസീവ് ആണ്. മാർക്കേഴ്സൊക്കെ എനിക്ക് വാങ്ങണം എന്ന് തോന്നി, പക്ഷെ അത് ആ ഒരു റേറ്റിനുള്ളത് ഉണ്ടോ കാരണം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ലല്ലോ, വരച്ച് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനതങ്ങനെ നോക്കി അവിടെ തന്നെ വെച്ച് പോന്നു. അഫോർഡബിൾ ആയ കുറേ ക്യൂട്ടായിട്ടുള്ള ക്ലിപ്സ് പിന്നെ അതേപോലെ ഹെയർ കോംസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. കുറേ പ്രിന്റഡ് ആയിട്ടും പ്രിന്റഡ് അല്ലാത്തതും പല പേസ്റ്റൽ കളേഴ്സിലും പിന്നെ ഗ്ലിറ്ററി ആയിട്ടുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടു. ഒരു 5:30 കയറിയിട്ട് ഏകദേശം 7:30 ആയിട്ടോ. 7:30 ഞങ്ങൾ മിനിസോയിൽ ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഒരു 2 ഐറ്റം പർച്ചേസ് ചെയ്തു. ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ പർച്ചേസ് ചെയ്തത് എന്നുള്ളത്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ മിനിസോ വരുന്ന മാർക്കറ്റ് സിറ്റി എന്ന മോൾ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലാഗ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ നടന്നു പോയപ്പോൾ കുറച്ചധികം തിരക്ക് കണ്ടപ്പോൾ ഞാൻ അവിടെ എന്താ സംഭവിക്കണേ നോക്കുമ്പോൾ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഉണ്ടായത്. കുട്ടികൾക്ക് വേണ്ടി ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. ആ കോമ്പറ്റീഷൻ കുറച്ച് നേരം അതിങ്ങനെ കണ്ടിരുന്നു ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാനും ഇതേപോലെ കുറേ കോമ്പറ്റീഷനിൽ ഇതേപോലെ അന്നൊന്നും മോളില്ല, അങ്ങനെ ഓരോ കോംപ്ലക്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ പെയിന്റിംഗ് ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പേരുടെ പെയിന്റിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് അവർക്ക് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഓർഗനൈസേഴ്സ്. എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേന് വന്ന് നന്നായില്ലേ. കുറച്ചേരം ഈ പെയിന്റിംഗ് കോമ്പറ്റീഷനൊക്കെ കാണാൻ പറ്റി. അത്യാവശ്യം കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഇതേപോലത്തെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്നും ഇത്രയും കുട്ടികളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഞാൻ ഇന്നാ അറിഞ്ഞത്. നിങ്ങളും ഇതേപോലെ കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കോമ്പറ്റീഷനൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ ഇഷയെ ഹദിയെ എവിടെയെന്ന് തെരഞ്ഞു നടന്നപ്പോഴാണ് നമ്മുടെ മോളിന്റെ ഫ്രണ്ടിലായിട്ട് കയറുന്ന ഭാഗത്തായിട്ട് ഒരു രാജസ്ഥാനികള് കുറേ ആക്സസറീസിന്റെ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇഷയെ ഹദിയും അവിടെ ഓരോ റിങ്ങും അങ്ങനത്തെ ഐറ്റംസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നേരമായിട്ട് അവരത് നോക്കാൻ തുടങ്ങിയിട്ട്. ഇഷാക്ക് ഓണം സെലിബ്രേഷൻ വരുന്നുണ്ട് ഓഫീസിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റിയ ആക്സസറീസ് മോതിരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
നല്ല ഭംഗിയുള്ള മോതിരം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഇഷ. എന്തായാലും ഇഷ 2 മോതിരം പർച്ചേസ് ചെയ്തു. ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് നോക്കാനേ നിന്നിട്ടില്ല. ആക്സസറീസൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ മാർക്കറ്റ് സിറ്റിയിലെ ഈ ഒരു സ്റ്റോൾ എന്തായാലും ചെക്ക് ചെയ്യുക. എത്ര ദിവസം വരെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും കുറേ ഭംഗിയുള്ള ആക്സസറീസ് ഉണ്ട് കേട്ടോ അവരിൽ. ഇഷാൻ്റെ മോതിരം സെലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് മാക്സിലും സൂഡിയോയിലും ഒക്കെ ഒന്ന് കയറി നോക്കിയിട്ടോ. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ കരുതിയിട്ട് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നേരം നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്താ അറിയില്ല, ടൗണിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കും. ബൈ ദ വേ ഇപ്പം നിങ്ങൾ കാണാതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂൾ. ഉച്ചക്ക ബിരിയാണി കഴിച്ചതാ. അതിനുശേഷം ഞങ്ങളൊരു വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കുക വിചാരിച്ചിട്ട് ഞങ്ങളൊരു പ്ലേസിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് കുറേ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. എന്താ അറിയില്ല, നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങൾ ഓട്ടോ എടുത്ത് പോവാന്നുള്ള പ്ലാനിലായിരുന്നു, പക്ഷേ ഓട്ടോ എന്തായാലും കിട്ടൂല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പപ്പാനെ വിളിച്ചപ്പോൾ പപ്പ വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞങ്ങളെ കസിൻ്റെ വീട്ടിൽ പോയി വെയിറ്റ് ചെയ്തു കേട്ടോ പപ്പാനെ. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ആകെ ടയേർഡായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും പപ്പ വന്നു. പപ്പാക്കൊന്ന് ചായ കുടിക്കണം പറഞ്ഞപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ കയറി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയി വീട്ടിലേക്ക്. പോണ വഴി നല്ല മഴയായിരുന്നു. മഴക്കാലം ആയതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ അറിയോ, നമ്മൾ വല്ലാണ്ട് കുറേ തിരിഞ്ഞ് നടന്നാലും വല്ലാണ്ട് ടയേർഡായിട്ട് തോന്നൂല. നമുക്ക് ചൂടില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം തോന്നൂല. വീട്ടിലെത്തിയുമ്പോൾ ഏകദേശം ഒരു 10-11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ വാങ്ങിയ ബാഗും അമ്മക്ക് വാങ്ങിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇന്നത്തെ ദിവസം അങ്ങനെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് അവസാനിച്ചു. ഈ ഒരു ബാഗ് കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഞാൻ മിനിസോന്ന് ആകെ വാങ്ങിയ സാധനം. എൻ്റെ അടുത്ത് കുറേ കാലമായിട്ട് നല്ലൊരു ബാഗില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ബാഗ് ഇടാൻ ഇഷ്ടമുള്ള ആളൊന്നുമല്ല. ഞാൻ കൂടുതൽ എത്ര ഐറ്റംസിൻ്റെ പോക്കറ്റിൽ വെക്കാൻ പറ്റും അങ്ങനെ വെക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യമായിട്ടൊരു ബാഗ് വേണം തോന്നിയോണ്ടാണ് മിനിസോയിൽ കയറിയുമ്പോൾ നല്ലൊരു ബാഗ് കണ്ടുമ്പോൾ അത് വാങ്ങി. 1000 റുപ്പീസാണ് കേട്ടോ ഈ ബാഗിന് റേറ്റ് വരുന്നത്. ഇതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു ബാഗുണ്ട്, പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള മിനി ആയിട്ടുള്ള പൗച്ചും ഉണ്ട് കേട്ടോ കൂടെ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടന്നാലോ. നിങ്ങളെല്ലാവരും കാത്തു നിന്നിരുന്ന ആ ഒരു മൊമെന്റ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ 2 മാസത്തെ ടോപ്പ് കമന്റേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടുപോയി, കുറച്ച് പേഴ്സണൽ തിരക്കിൽ പെട്ടുപോയോണ്ട് അതൊന്ന് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടോപ്പ് 2 കമന്റേഴ്സിനുള്ള ഗിഫ്റ്റ് ഞാൻ എന്തായാലും വാങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഗിഫ്റ്റ് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ക്യൂട്ടായിട്ടുള്ള കവായി സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. പിങ്ക് തീമിലുള്ള സ്റ്റിക്കേഴ്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏകദേശം 200+ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഞാൻ ഇതിന്റെ പ്ലാസ്റ്റിക് കവറൊന്നും അൺബോക്സ് ചെയ്തിട്ടില്ല. എന്തായാലും കിട്ടുന്ന ആൾക്കാർ തന്നെ ഇത് അൺബോക്സ് ചെയ്തോട്ടെ. നമ്മളിനി തുറന്ന് കാണിക്കണം എന്നൊക്കെ എനിക്കുണ്ട് ഓരോ സ്റ്റിക്കേഴ്സായിട്ട്. പക്ഷെ ഇതെന്തായാലും നമ്മുടെ വിന്നേഴ്സിനെ അൺബോക്സ് ചെയ്യട്ടെ. ഈ ഒരു വലിയ സ്റ്റിക്കർ സെറ്റ് മാത്രമല്ല, ഒരു ക്യൂട്ടായിട്ടുള്ള മിനി ബുക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്യൂട്ടായിട്ടുള്ള ബുക്ക് കൂടെ ഞാൻ ഇപ്രാവശ്യത്തെ ഗിഫ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് കമന്റേഴ്സിന്റെ പേരുകൾ കണ്ടാലോ. നമ്മുടെ ഫസ്റ്റ് ടോപ്പ് കമന്ററിനെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ആള് കുറേ കമന്റ്സ് ഡെയിലി ഇടാറുണ്ട് കേട്ടോ. എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കാൻ പോലും എനിക്ക് പല ടൈമിലും പറ്റാറില്ല, കാരണം അത്രക്ക് കമന്റ് ഇടാറുണ്ട്. ഇപ്പൊ തഹസീനാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ടോപ്പ് കമന്റർ. ആള് ഏകദേശം 2000+ കമന്റ്സ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾ എന്തായാലും ഒരു ഗിഫ്റ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത ടോപ്പ് കമന്റർ ആരാധ്യയാണ് കേട്ടോ. ആരാധ്യ ചാനൽ എന്ന യൂട്യൂബ് ചാനലാണ് നമ്മുടെ അടുത്ത ടോപ്പ് കമന്റർ. ആളും ഇതേ പറഞ്ഞമാതിരി ഡെയിലി കുറേ കമന്റ്സ് ഇടാറുണ്ട് കേട്ടോ. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കമന്റ്സ് ആണ് എപ്പോഴും എനിക്ക് തഹസീനന്റെ അടുത്തുനിന്നും ആരാധ്യന്റെ അടുത്തുനിന്നും കിട്ടാറുള്ളത്. ആരാധ്യ ഏകദേശം 500+ കമന്റ്സ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വിന്നർ ആരാധ്യ. താങ്ക് യു സോ മച്ച് തഹസീന ആൻഡ് ആരാധ്യ. പിന്നെ അതേപോലെ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഓരോ കമന്റ് കാരണമാണ് ഞാൻ സത്യം പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ വീണ്ടും വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളൊരു മോട്ടിവേഷനിൽ നീക്കുന്നത്. ബൈ ദ വേ വിന്നേഴ്സ് എന്തായാലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഡ്രസ്സ് അയച്ചേരണേ. ഇന്നത്തെ ഈ ക്യൂട്ടായിട്ടുള്ള മിനിസോ ലോങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.